അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണോ? ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളെല്ലാവരെയും പൊതി പൊറോട്ട കാണിച്ച് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതി പൊറോട്ടൻ്റെ റെസിപ്പി ഇടുമെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ മട്ടൻ കറി റെസിപ്പി ഇട്ടില്ലേ, അപ്പം അത് വെച്ച് പൊതി പൊറോട്ട ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കിടിലനായിട്ടാണ് പൊതി പൊറോട്ട. ഇത് ചുമ്മാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ? നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് മട്ടൻ വെച്ചും ചിക്കൻ വെച്ചും അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഈ പൊതി പൊറോട്ട ഞാൻ കൂടുതലായിട്ട് ബീഫ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ എൻ്റെ ഫേവറേറ്റ് എന്നുള്ളത്. അപ്പോൾ മട്ടൻ ഇഷ്ടമുള്ളവർ ഇത് വെച്ചും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നീളത്തിലുള്ള വാഴയില നല്ല പോലെ വാട്ടിയെടുക്കുക. കാരണം നമ്മൾ ഇത് പൊതിയുന്ന സമയത്ത് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അകത്ത് നമുക്കൊരു കുഞ്ഞു പീസും കൂടി വാട്ടിയതെടുത്ത് വെക്കുക. ഇതിൽ ഞാൻ കറിയും പൊറോട്ടയൊക്കെ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പൊറോട്ട വീശി അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീശി അടിക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഇട്ട മട്ടൻ കറിയുടെ റെസിപ്പി, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു പൊറോട്ട വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചാറും അതുപോലെ തന്നെ കുറച്ച് പീസസൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും പൊറോട്ട വെച്ച് കൊടുക്കാം. ഞാനിത് 3 പൊറോട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വെച്ചിട്ടോ 5 വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം അതിൻ്റെ മേലെ ആയിട്ട് ലെയർ ചെയ്താൽ മതി. ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറിയോ അതുപോലെ തന്നെ മട്ടനോ ബീഫോ എന്തായാലും ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കി. കാരണം ഏത് റെസിപ്പി ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ നല്ലതാണ്. പക്ഷേ ചിക്കനേക്കാൾ കൂടുതൽ നല്ലത് ബീഫാണ്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിയുന്ന സമയത്ത് കീറാതെ നല്ല സൂക്ഷിച്ച് പൊതിയുക. നമ്മൾ കിഴിയൊക്കെ കെട്ടില്ലേ, ബിരിയാണിക്കൊക്കെ കിഴി കെട്ടി ബിരിയാണി ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് കിഴി പിടിച്ചെടുക്കുക. ഓരോ സൈഡിൽ നിന്നും മെല്ലെ മെല്ലെ ഒന്ന് മടക്കി എടുത്താൽ മതി. മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ മേലിൽ കുറേ വാഴയില നീളത്തിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്കത് ഒരു കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്കത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. വലിയ ഇലയുടെ പീസൊക്കെ ആകുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് വാഴയുടെ നാര് വെച്ച് തന്നെ ഇതൊന്ന് സൂക്ഷിച്ചൊന്ന് കെട്ടി വെക്കാം. വാഴയില കിട്ടാത്തവർ അലുമിനിയം ഫോയിൽ ചെയ്യാവോ എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. കാരണം ഇതിൻ്റെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അലുമിനിയം ഫോയിൽ ചെയ്ത് നോക്കാറില്ല. കാരണം അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് വെക്കാം. എന്നിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയെടുക്കുക. അത്ര നേരം തന്നെ വേണമെന്നില്ല, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും. കാരണം ഇതിൽ വേവാനൊന്നുമില്ല, നല്ല പോലെ കറിയൊക്കെ പൊറോട്ടയിലൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴല്ലേ കറക്റ്റ് അതിൽ നിന്ന് ആവിയൊക്കെ വരുന്ന കാണാൻ പറ്റുള്ളൂ. നല്ല മണം വരുന്നുണ്ട് വാഴയിലയുടെയും അതുപോലെ നല്ല മട്ടൻ കറിയുടെയും ഒക്കെ മണം നല്ല മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും വായിൽ വെള്ളം വരും കാണുമ്പോൾ തന്നെ. നല്ല രസമാണ് കഴിക്കാനായിട്ട്. ജസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായി. ഞാൻ കൈയിട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായില്ല, കാരണം അത്ര ചൂടല്ലേ. അപ്പോൾ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പൊറോട്ടയൊക്കെ ഫുൾ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് കാണിക്കാം, നിങ്ങൾക്ക് കൊതിയാവോ നോക്കട്ടെ. എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ വീക്ക്ലി ഒരു 2 ദിവസമെങ്കിലും നമ്മൾ നോൺ വെജ് കഴിക്കാറില്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കറി ഇതിന് വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പൊതി പൊറോട്ട ഉണ്ടാക്കി കഴിച്ച് നോക്കുക.
സത്യം പറയാലോ നമ്മൾ പൊറോട്ടയിൽ കറി ഒഴിച്ച് കഴിക്കുന്ന ഒരു ഫീലേ അല്ല ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. വാഴയിലയുടെയും അതുപോലെ തന്നെ നമ്മുടെ കറിയുടെയും പൊറോട്ടയുടെയും ഒക്കെ ഒരു സ്മെല്ല് വരും നമ്മളിത് തുറക്കുമ്പോൾ തന്നെ. നമുക്ക് വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടാവും ശരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് റെസിപ്പി എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.